അച്ഛനെ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നേ? സോറി, എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ ബീഡി മതി. അമ്മക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. ഇതൊന്ന് കേറ്റി. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ച്. ഏയ്, ഒരാള് കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ ഇന്നാ പൂഞ്ഞിക്കര. കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അടഞ്ഞോളും. കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോടിനെ പോലെ തന്നെ. അതെന്താ, സാമ്പാറിന് താടി മീശുണ്ടാ? മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ മോളാ? ചേട്ടാ, കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ ഇലയിനെടുത്ത് കഴിക്കടാ. ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലും ഉള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏടതായിരുന്നു. ബെസയുള്ള പാമ്പായിരുന്ന ബെസയില്ലാത്ത പാമ്പായിരുന്ന കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ്, ഇത്ര നീളമുണ്ട്, ഇത്ര വണ്ണുണ്ട്. നീളത്തിലും വണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ? കൊത്തിയ മയ്യത്താവൂലേ? ഒക്കെങ്കിലും നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലേ? കാഴ്ചകളായി പോയി നോക്കി. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്താണ്ടാ വിളിക്കണ്? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ.